വേണ്ട പപ്പ അറിയണ്ട അപ്പ അറിയണ്ട എവിടെ വെച്ചാണി കജ്ജ് വെട്ടു മാണ്ട ഇങ്ങോട്ട് തരി മതി ഞാൻ വെട്ടിക്കൊണ്ട് തരി പള്ളിക്കൊക്കെ പോയി അന്നൊക്കെ അടിപൊളി ഉമ്മാനോടും പിന്നെ അനുവിനോടും മുട്ടയോടൊക്കെ ചോദിച്ചാൽ. അസ്സലാമലൈക്കും. അങ്ങനെ നമ്മളെ മൂന്നാമത്തെ നോമ്പിന് തുറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല, ഒന്നിലും രണ്ടിലും നമ്മൾ അത്യാവശ്യത്തിന് ഉണ്ടാക്കി. അപ്പോൾ ക്ഷീണവും കാര്യമൊക്കെ കാരണം നമ്മളിപ്പോൾ ഇനി നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ പണിയിലാണ്. എന്താ ഇതെന്തൊക്കെയില്ല ചിക്കൻ കറിക്കുള്ളതോ? ചിക്കൻ കറിക്കുള്ള ഉള്ളി വഴറ്റിക്കൊണ്ട് നിൽക്കുക കേട്ടോ. തരി ഉണ്ടാക്കണം, നെയ്ച്ചോറും ചിക്കൻ കറിയും, പിന്നെ സമൂസ ഇന്നലത്തെ ലേസം അവിടെ മസാലക്കൂട്ട് ബാക്കിയുണ്ട്. കട്ലറ്റ് ഇന്നലെ ഉണ്ടാക്കില്ല ബാക്കി. കട്ലറ്റ്. അപ്പോൾ അതിട്ട് നമുക്ക് മസാല ആക്കി സമൂസ ഉണ്ടാക്കണം. അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഉരുളങ്കിഴങ്ങും ഇതൊക്കെ അല്ലേ. കട്ലറ്റ് ആയാലും സമൂസ ആയാലും ഒക്കെ കുറച്ചുള്ളൂ, അതുകൊണ്ട് നമുക്ക് സമൂസയിൽ ഒപ്പിച്ച. പിന്നെന്തൊക്കെ അങ്ങനെ മൂന്നാമത്തെ നോമ്പായി. നോമ്പൊക്കെ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കാണ്. പത്തര കഴിഞ്ഞതാ പോയി. നമ്മളെ ഉള്ളിക്കൊട്ടയില് കൊറേ ഉള്ളികളും കിഴങ്ങുകളും ഉണ്ടല്ലോ അല്ലേ. ഇടയ്ക്കര പോയാതാ മെച്ചം, സാധനമായിട്ട് വാരി വരാം. പൈസയും ഉണ്ട് കേട്ടോ, ഇവിടത്തിലാണ് കുറച്ച് കൂടുതൽ കിട്ടുന്നുള്ളൂ. ചോറിനുള്ള വെള്ളം നമ്മള് ഇവിടെ വെച്ചിക്കണം. ഇതിൽ തന്നെ ചായക്കും മുക്കുക. അപ്പൊ ചായ ഇങ്ങനെ ആയി. ചായ ചിലവരൊക്കെ പാൽ ചായ ഉണ്ടാക്കാം, നമുക്ക് പിന്നെ പാൽ ചായ ഒന്നും പറ്റാത്തോണ്ട് ഇങ്ങനെ. അതെന്തൊക്കെ ചതവോ? ഇഞ്ചിയും വെളുത്തുള്ളി. ചിക്കൻ അവിടെ അങ്ങനെ ചിക്കൻ കറിക്കുള്ള ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഞമ്മക്ക് ഇനി തരി ഉണ്ടാക്കാം. തരിയില്ല പതില ഇതിലെന്നെ പോലെ. അപ്പൊ തരിക്ക് നമുക്ക് പ്രത്യേകിച്ച് ആദ്യം പാലാ വേണ്ടിയത്, പക്ഷെ നമുക്ക് പാല് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സേമിയം, നമ്മളിവിടെ തരിക്ക് ആദ്യം റവ, സേമിയം, അതേപോലെ പാല്, ഏലക്കായി അങ്ങനെ ഉണ്ടാക്കുക. ചിലവര് സേമിയ ഇടൂല, വെറും റവ മാത്രമേ ഇടുള്ളൂ. കുറച്ച് സേമിയ ഇടും, സാബുനരി ചിലവരിടും, അങ്ങനെയൊക്കെ കേട്ടോ. നമുക്ക് ഉണ്ടാക്കി തുടങ്ങട്ടെ. ചോറയില്ല വെക്കണ്, ചമ്മട്ടിയിലോ? കുക്കറിലായ ചോറ് നല്ലോ കുഴഞ്ഞ് നല്ല തീ കിട്ടും. ആദ്യം പറഞ്ഞത് ചെമ്പട്ടി ഇടാതെ, നിന്റെ ഇതില് കുക്കറിൽ ഇട്ടാ നിന്റെ ചീത്ത അറിയും. നിന്നെ പറയണ്ടോ നാസായാല് നമ്മള് എന്നെ ചീത്ത അറിയണ്ട. അപ്പൊ തരിക്ക് നമുക്ക് ചൂടുവെള്ളം ഫ്ലാസ്കിലും 2 ഫ്ലാസ്കിലും മുക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ മതി. അരി ഇട്ടിട്ടില്ലല്ലോ. ചൂടുവെള്ളം റവ ഇട്ടു. റവ ഇടമാ റവൊക്കെ എന്തൊക്കെ ഓട്ടം തീക്കണ. ഇത് കുപ്പി കിട്ടക്കണ്ടേ? റവ അടി തന്നെ. ഇതിലിട്ടേക്കാം. ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പൊ അതിലെ ഒന്ന് പറഞ്ഞോക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് പ്രത്യേക ചിക്കൻ കറി ഉണ്ടാക്കാതെ വേറെ ഐഡിയ എന്തെങ്കിലും പറഞ്ഞു വേറെ റെസിപ്പി? ഒന്നുമില്ല. ചിക്കൻ അങ്ങനെ വെക്കുക. നിങ്ങൾ എന്തുണ്ടാക്കാന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പിന്നെ എന്താ കാട്ടുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രം ഉണ്ടാക്കണം. എന്താ ബാങ്കോ
ഇത് കളിച്ചാൻ പോയിക്കണേ എവിടെയാണാവോ കുറച്ചേരായി പോയിട്ട്. പത്തിരിയൊക്കെ എല്ലാരും ഒരു ദിവസം 2 ദിവസമൊക്കെ ഉണ്ടാവും. പിന്നെ 2-3 ചിലവർക്ക് ഇപ്പൊ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്നും പത്തിരി കണ്ടേ അവിടെ എന്നാ കാണൂല ഇങ്ങോട്ടേക്ക് പലത്താട്ട് നിക്കി അവിടെ എന്തോ പരിപാടി കഴിഞ്ഞിട്ട് വരാം. അപ്പൊ പാലില്ലാത്ത തരിയാണ് നമ്മളിപ്പോ ഉണ്ടാക്കി ഓടെ നിക്കണത്. പാല് വന്നിട്ട് നമ്മള് ആ പാല് തിളപ്പിച്ചിട്ട് പാല് അപ്പൊ സാധനം സെറ്റായി. ലാസ്റ്റ് കുളിച്ചു. ചെറുള്ളി വേണ്ടല്ലോ അമ്മ. അടി മുന്തിരി ഇന്നലെ ദിവസം ചെറുള്ളി കടിച്ചുമ്പോ എന്തോ കിട്ടോ രസം കിട്ടില്ല. അരിയില് ചെറുള്ളിയാണ് ഇടുക സാധാരണ. നമ്മള് മുന്തിരി ഇടല് ചെലോല് അങ്ങനെ ചോയ നമുക്ക് ഇഷ്ടമല്ല. പല വിധത്തിലും ഉണ്ടാക്കുമല്ലോ. ഓരോ നാട്ടിൽ കൂടി ഓരോ ഇതേക്കണം. ആ സേമിയ ഒന്ന് വറുത്തല്ലേ കുട്ടീനല്ലേ സാധനങ്ങൾ ഇട്ടേക്കാൻ അവിടെ പാത്രം ഇല്ലാത്തത്. ഇത് വറുക്കണ്ടല്ലോ അത് ഇട്ടാലോ. കുറ്റം പറയാറില്ല. കുറ്റം പറയിട്ടുണ്ട് ഒന്നും കുറ്റം പറയില്ല. പാക്കപ്പോ വെക്കൊന്നിപ്പം മുന്നിലേക്ക് ഒന്നും ഉണ്ടാക്കട്ടോ വെച്ചാത്തോണ്ടാണ്. ഫസ്റ്റത്തെ നോമ്പിന് വന്നിങ്ങനെ നിന്നുട്ടോ ഞാൻ ഉണ്ടാക്കട്ടെ വെച്ചത്. നമ്മളത് അയച്ചിട്ടില്ല. അത് ഒരാൾ പല പിടിച്ചു നിൽക്കണം. അടുത്ത ഇതാക്കണം. നമുക്ക് അപ്പൊ എത്തിക്ക് പണിയും ഒരു ദിവസം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. പൊറാട്ട ഒരു ദിവസം പണിയോട് ഉണ്ടാക്കിക്കണം. മന്തിയൊക്കെ നല്ല അടിപൊളി വെക്കും. നല്ല രസം. പനക്കത്തെ മന്തിയൊക്കെ പറ്റുന്നുണ്ട്. റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അമ്മേന്റെ നിശ്ചയത്തിനെ മന്തി ഉണ്ടാക്കിയിട്ട് വന്നോല് വെച്ച് ആരും ചോറുണ്ടാക്കി വാങ്ങിയതാണ് വെച്ച് അല്ലപ്പ ഉണ്ടാക്കിയതാണ്. അന്നും വെച്ചായി ഉണ്ടേന് ഇത്ര കണ്ടില്ലേ. നല്ല രസം നമുക്ക് വെക്കാൻ പറ്റൂലേ ചേച്ചി. വെക്കാൻ വയ്ക്കാൻ പോകാൻ വയ്ക്കാണ്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇവർക്ക് ഓലപ്പന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇനി ഉണ്ടാക്കാൻ ബിരിയാണി ഉണ്ടാക്കിയ കഞ്ഞി ഉണ്ടാക്കിയത് ഫസ്റ്റ് നമ്മള് തറവാട്ടിലായിരുന്നു. അന്ന് മന്തിയൊക്കെ ഇറങ്ങുന്നുള്ളൂ. മന്തിയല്ല മന്തിയല്ല ഫസ്റ്റ് ഇറങ്ങിയത് ഇതാ മറ്റേത് കഫ്സ. തറവാട്ടിലൊക്കെ നല്ല സൂപ്പറായി. പള്ളിക്കൊക്കെ പോയി കണ്ണട്ടിയത് നിങ്ങളൊക്കെ പിരാകിയതാണ്. ബിരിയാണി ശരിയാക്കിയിട്ടില്ല. അന്നൊക്കെ അടിപൊളി. ഉമ്മാനോടും പിന്നെ അനുവിനോടും മുട്ടയോടൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. ഓലൊക്കെ പള്ളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കി. അന്ന് ഉമ്മേനൊക്കെ എല്ലാ പണിയാനൊന്നും കൂടന്നെ ഉണ്ടായിരുന്നു. ഞാൻ വലുതായോണ്ട് ഇന്നലെയൊക്കെ തോന്നിച്ചിട്ട് നമുക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ല. അറിയോ ഞാൻ എല്ലാം ഉണ്ടാക്കും. ഞാൻ ഇപ്പൊ ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കും. അങ്ങനെ അഞ്ഞോളം ഞാൻ പണിയെടുക്കുന്നത് ആക്കം പോലെ എടുക്കുള്ളൂ. ആ ഒരു പ്രശ്നമുള്ളൂ. ഇപ്പൊ ഉണ്ടാക്കാൻ അറിയാത്തിട്ട് കേടുവെച്ചിട്ടുണ്ട്. അതുണ്ടോ ചമ്മ അങ്ങനെയല്ല. അതിന്റെ ഒരു പാത്രമൊക്കെ പൊട്ടുമുണ്ടാകും ഇല്ലേ. എല്ലാം പൊട്ടിച്ചൊന്നും എല്ലാം അതേപോലെ എങ്ങനെ നിൽക്കണം എങ്ങനെയാണെങ്കിൽ അതേപോലെ വെക്കും. സംഭവം പണിയൊക്കെ എളുപ്പം കഴിച്ചു. എനിക്ക് കഴിക്കൂല. എനിക്ക് ആക്കും പോലെ എരുണ്ടെങ്കിൽ എരുണ്ടോ പുളിയുണ്ടോ ഉപ്പുണ്ടോ ഒരു 10 വട്ടം നോക്കും. തട്ടും വെള്ളമാണ് കൈ നിൽക്കില്ല. അവിടെ കുടുങ്ങി നല്ലോണം ഇല്ലേനും ഒരു അരിഞ്ഞോളാണുള്ളൂ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൊണ്ടിട്ടോ നമ്മളെ ചിക്കൻ കറി ഏലക്ക ഇവിടെ നമ്മളെ ഇപ്പൊ പണ്ട് ഗൾഫിൽ നിന്ന് വന്ന ഏലക്ക ഉണ്ടാവും. കറുകാപ്പട്ട കുറെ ഉണ്ടാവും. പട്ടയും ഗ്രാമ്പും മറ്റേ പൂവില്ല അതൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ. ഇപ്പൊ കുറഞ്ഞ ആ പട്ടപ്പന്നാരെ കഴിഞ്ഞത് അല്ലെ. ഇവിടെ ഈ പെരീന്ന കഴിഞ്ഞത്. നിങ്ങളെ കൊടുത്തു എല്ലാവർക്കും കൊടുക്കും ചെയ്തു കേട്ടോ. എല്ലാവർക്കും ഉണ്ടേനി. നമ്മളെപ്പോ ഉപയോഗിച്ചില്ലല്ലോ. പഴയ സാധനം കൊണ്ടുപോയിക്കൊക്കെ തിരിഞ്ഞു. ഒരസുഖം കൊടുത്തതാണ്.
എല്ലാരും പ്രാർത്ഥിച്ചിട്ടോ റമദാൻ മാസത്തില് ഇതൊക്കെ വേണ്ടിയിട്ട്. ബിസ്ക്കറ്റ് സലാത്ത് എന്നെ പൊട്ടിക്കാണ്, നോമ്പ് നോക്കണുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒറ്റ നോമ്പ് കാര്യമില്ല, എല്ലാ നോമ്പ് നോക്കും. എത്ര വെച്ചെങ്കിലും നോമ്പ് വെക്കും. അപ്പൊ നമ്മളെല്ലാരും പ്രാർത്ഥനയും വേണം. എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഈ കല്ലേറ്റ് ഇപ്പൊ നമ്മള് ഇത് കുത്തിയതല്ലേ, എന്താ അത് കുത്തിയതല്ലേ, അപ്പൊ തിരിച്ചുത്തിയാ മതിയേ. പ്ലേറ്റ് വെച്ചത് രണ്ടോ കുത്തിക്കുക. അല്ലാതെ കറി വേണ്ടല്ലേടി. മോയിന്നും വെള്ളം റൂലേ കുരുമുളക് പൊടി രസം. ചിക്കൻ മസാല രസമല്ലേ? ഇതാണോ ചിക്കൻ മസാലക്ക് എന്തോ ഒരു കുത്തല്ലേ. ഇതാണ് പൊട്ടിച്ചിക്കണോ കുരുമുളക്? ഇന്നലെ കാടൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ചിക്കൻ തോന്നിട്ടാ റെഡി. ചിക്കൻ മസാല മുള്ള മതി, ചോയ നോക്കി ഇതാണ്. നമ്മളെ താരി സേമിയോ ഒക്കെ റെഡി ആക്കുന്നത്. ലേസം ഉപ്പും പഞ്ചസാര ഇട്ടവിടെ ആക്കി വെച്ചാൽ മതി. ഇനി ലാസ്റ്റ് പാല് വെച്ചിട്ട് പറയാം. ബാക്കി ഷുഗർ ഇല്ലോണ്ട് വെള്ളം കെട്ടി കുടിച്ചല്ല കേട്ടോ, ചൂടുവെള്ളം. ചൂടുവെള്ളം പാകിട്ടോ. അങ്ങനെ മധുരപ്പൊന്നും കുടിച്ചില്ല. പക്ഷെ ഐസ്ക്രീമും തിന്നും, കേക്ക് തിന്നും. അതെന്ത് എന്താ അറിയോ, ഐസ്ക്രീം നമുക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ പിന്നെ കേക്കും കിട്ടുള്ളൂ. ഇടക്കിടക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ മധുരക്കട്ടയിൽ തിന്നും. ഏതായാലും ഇപ്പൊ അമ്മത് കഴിഞ്ഞേക്കണം. ജീവിതമൊക്കെ അങ്ങോട്ടിരിക്കണം. ഇപ്പൊ അധികം കാലമുണ്ടോ? അത് പറഞ്ഞീന കേട്ടോ, കൊറോണക്ക് 2 സൂചി അടിച്ചിട്ടേ ഇച്ചൊന്നും നീ ചിക്കാൻ പറ്റില്ല. എപ്പോഴും തലവേദന, പനി വന്നാലോ കറക്കം തന്നെ. ഇങ്ങനൊക്കെ പനിയും തലവേദനയും തൊണ്ടവേദനയൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് വരിക. അങ്ങനെയുള്ള സമയത്തൊക്കെ എന്തെങ്കിലും അറിയാതെ ഗതിയെടുക്കണാന് ആ കുത്തിയിട്ടാ പറയുന്നുണ്ട്. എന്തായാലും തടി ആകെ ഇതേക്കും. എന്തോ കൊറോണ എന്തൊക്കെ ഒച്ചെല്ലാന്നൊക്കെ പറയുന്നതാ. ആണോ? കൊച്ച പോകിയേ ഒച്ച പോവുക. അപ്പൊ അങ്ങനത്തെ ഒരു അസുഖമാണല്ലോ. എന്താ സംഭവം? അപ്പൊ കൊറോണയിലൊക്കെ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ എപ്പങ്ങാനും പോയിക്കണ പറഞ്ഞേ. അങ്ങനെ പെരഞ്ഞ നടക്കിയാണ്. ഞാൻ അങ്ങനെ നമ്മളെ വിസിൽ വെച്ചാൽ ചിക്കൻ കറി തരിയായി. എന്താ വേണ്ടി പറഞ്ഞ സമൂസ എല്ലാം വന്നല്ലേ? ഒന്നായി ഉണ്ടാക്കണ്ടേ? കട്ലറ്റ് ഉണ്ടാക്കില്ല. കട്ലറ്റ് ഇന്നലെ ഉണ്ടാക്കില്ലേ? ഞാൻ എന്നെ കാണാനായിട്ട് അതിന് പോകാൻ ജന്തുക്കളുണ്ടാവും. മസാല കുറച്ചുകൊണ്ട് മതിലേ ഒപ്പിച്ച. നമുക്ക് നല്ല രസമായിരുന്നു. ഇതുള്ളു മസാല. ഓക്കെ, ഒരു 1 2 3 4 5 6 7 ഒരു 8 9 നോക്കാം. മസാല കുറെ ഉള്ളിൽ നിറച്ചിട്ട് കാര്യമില്ല. സമൂസക്ക് കുറച്ചാണ് രസം. വെജിറ്റബിൾ ആണ്. ചിക്കനൊക്കെ ഉണ്ടിട്ടത്. ചിക്കന് ഗെയിമൊക്കെ കട്ലറ്റിനുള്ള രൂപത്തിലാക്കി വെച്ചേനി. അപ്പൊ കുറെ ഉണ്ടേനി, ബാക്കി മാറ്റി വെച്ചില്ല. ഒരു ഗെയിം കൂടി കുട്ടി വെക്കണം. ഒന്നും ഗെയിം ആവില്ല. അപ്പൊ
ഇന്നലെ ഉണ്ട് ഞാൻ നോക്കണേ ഇന്നിപ്പോ ആരോടോ ഇന്നലെ പറയുന്നുണ്ടല്ലോ എണ്ണക്കടി ഒന്ന് മാടോ ഇനി ഉണ്ടാക്കൂലോ വെറുതെ പറയാണ് തിന്നും ചേച്ചി തിന്നിട്ട് മെച്ചം തിന്നിട്ടല്ല നമുക്കറിയാം നമ്മളെന്നും മൂടി വെച്ചിട്ടില്ലല്ലോ. വേറെ പ്രത്യേകിച്ച് നമുക്ക് കുഴപ്പമില്ല പല അസുഖമുള്ള എപ്പോഴും ഇല്ല എപ്പോഴും. അപ്പൊ നമ്മളെ തരി ഇതാക്കണം ഇവിടെ റെഡി ആക്കണം. പാല് വെച്ചിട്ട് ബാക്കി നോക്കാം. മതി ആ അത് മതി. ഒന്നുമില്ല കുട്ടികളെ നമുക്ക് ഒട്ടുമില്ല. മാണെങ്കിൽ നമുക്ക് അടിക്കണ്ടി ബിരിയാണി എല്ലാം ബിരിയാണി വെക്കാം. കുക്കറിന്റെ പ്രത്യേകത ഇടക്ക് പൊന്തിച്ചേക്കണം എന്നെങ്കിലേ അടിയുള്ളൂ. പിന്നെ ജ്യൂസോ നാരങ്ങളും പോരെ വത്തക്ക കുക്കറിലെ വെക്കണം. ഉള്ളി വെക്കണം. ചോറ് വെക്കാനായോ? വെച്ചേക്കുക. അല്ല ഇനി എന്താ വെക്കണ? ഇനിയിപ്പൊ നാരങ്ങളും വത്തക്ക ആക്കുമ്പോ നിക്കാണ് ഇവിടെ. ഇപ്പൊ വത്തക്ക മുറിച്ചാണ് പറയണത്. അപ്പൊ ടേബിളൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങോട്ട് ആക്കി കൊടുത്തിട്ടു. നോക്കണ്ട നിങ്ങള് അയക്ക് നോക്കണ്ടോ? അതാ മറ്റോന്റെ കയ്യിലാ കുട്ടി. ജയ കാട്ടുണ്ടോന്നോ ഡൗട്ട് ഉണ്ട്. ഇത് എപ്പോഴും കറിയാണ് ഇത് എടുക്കുമ്പോ. അപ്പൊ ഇങ്ങനെ പറയണ് വെച്ചരിയണ്ട ഇതില് വെച്ചരിഞ്ഞളി. നല്ല മൂർച്ചണ്ടിട്ടില്ലേ? മാണ്ടപ്പ അപ്പരിയണ്ട അവിടെ വെച്ചാണി കജ്ജ് വെട്ടു മാണ്ട ഇങ്ങോട്ട് തരി. മതി ഞാൻ വെട്ടിക്കൊണ്ട് തരി ഓൻ വെട്ടിക്കോളുപ്പാ. മതി ഓൻ വെട്ടിക്കോളും. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യാ എന്നിട്ട് ഈ അടി മൊത്തം എടുക്കുക. ഇത് കയ്യൊക്കെ കിട്ടോ നല്ല മൂർച്ചുണ്ട്. ഈ പ്ലേറ്റിലിട്ട അരി അതിലിങ്ങനെ വെക്കല്ലേ. ഇതിലിട്ട അരി എത്ര ആള് അരിയാന്? ഞാൻ വെച്ചളാ അത് മതി. ഇനി ഞാൻ അരിഞ്ഞോണ്ട് ഇത് മഞ്ഞ വത്തക്ക കേട്ടോ. ഈ മഞ്ഞ വത്തക്ക ടേസ്റ്റ് കുറവാ തോന്നുന്നു. ചോപ്പിന്റെ ഇതാ മഞ്ഞല്ല ഇത് ചോപ്പാണല്ലോ ഉള്ളു ഇല്ലേ? ഇതിന്റെ ഞാൻ അത് മഞ്ഞ വിചാരിച്ചിരിക്കണ ഉള്ളു. നാള് കുറഞ്ഞ മഞ്ഞ ഇനി അത് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാ. മഞ്ഞ വത്തക്ക ഇതിന്റെ ചില മഞ്ഞയാണ്. അത് ചോപ്പാട്ടുള്ളില് പുറമെ മഞ്ഞയാണ്. ഇത് ഫ്രിഡ്ജ് കൊണ്ടുവച്ചാ ഇത് ഈ ചോപ്പും അതും അരിയാ. ഇനി ഇതൊക്കെ കവറാൻ പറ്റും. വത്തക്കല്ലേ നോമ്പറക്കുമ്പോ ആവശ്യം. പിന്നെ ഒരു മാങ്ങ ഉണ്ടോ? ഒറ്റ മാങ്ങ കിട്ടിയ അതിനിവിടെ എന്ത് കൊടുന്നാലും ഇവിടെ നിക്കുക. കൊണ്ടുവരാൻ ഇവിലൊക്കെ കാലിയാക്കാന്. പിന്നെ എന്തെങ്കിലും ഉണ്ടാവോ? നാരങ്ങൾ ഉണ്ടാക്കണം. നാരങ്ങളത്തിൽ ഇഞ്ചിയൊന്നും അടിച്ചണില്ല. അതാണ് അങ്ങനെ നാരങ്ങ മിക്സിയിലിട്ട് അടിച്ചണേ. അതുകൊണ്ടാണത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നാരങ്ങ കളിക്കാനും പൊട്ടുകൂടി ഇഞ്ചി അടിച്ചലുണ്ട്. നാരങ്ങ ഇഞ്ചി അടിച്ചലുണ്ട്. രണ്ടാമത്തെ അന്നെല്ലാം പറഞ്ഞേ. മൂന്നാമത്തെ ഞങ്ങളൊന്നും ഒരു നാരങ്ങ ലേസ് ഇഞ്ചി കണ്ടിട്ട് അടിച്ചല. അതല്ലേ പറഞ്ഞ മിക്സിയിൽ അടിച്ചാൽ ഉണ്ടാവും. ഒന്ന് പുറകേക്ക് പിഴിഞ്ഞിട്ടു ബിരിയാണിക്ക് വെക്കില്ല. അത് ചാടിച്ചള പാരയും നമുക്ക് ശരിക്കും അച്ഛമ്മ ചൂട്. അതാണ് അവിടെ മൂർച്ചല കത്തി വാങ്ങാത്തത്.
കുട്ടികളെ കൈകാര്യം ചെയ്യണുണ്ടോ? അല്ലാതെ കജ്ജ് മുറിന്ന് വിചാരിച്ചിട്ടില്ല. അതിന് കജ്ജ് മുറിഞ്ഞിട്ട് ഞാൻ ഞാൻ ആക്കണോ? ഞാൻ ആക്കാം. ആകെ നാണയുണ്ട്. അപ്പൊ എന്തെങ്കിലും തൊട്ട വിചാരിച്ചിട്ട് ഇല്ലല്ല ഇജവിടെ വെച്ചാ ഞാൻ തരാം അടക്കി. അങ്ങനെ നമ്മള് സമൂസ എത്ര ഉണ്ട് ഇപ്പൊ എത്രയായി? 2, 4, 5, 6, 7, 8 9ാമത്തേത്. ഒരു 12 ഉണ്ടാവും. 9 ഉണ്ടോ? ഇല്ലല്ല എന്താണ് ഇതപ്പ? എന്താണ് ഇപ്പൊ കുട്ടിയാണ്? കുട്ടിയാണ് തത്തമ്മേ പൂച്ച പൂച്ച തത്തമ്മേ കുട്ടി നോക്കി അപ്പൊ തത്തമ്മേനെ വാങ്ങി സമയം എത്രയായിക്കണേ? ഓ ഇതാ വരുന്നോ. ഇവനോട് നാരങ്ങ അടിച്ചണ്ട പറഞ്ഞിട്ടോ അടിച്ചാട്ടോ. എന്താകോ എന്തോ. ആദ്യത്തെ അടിയിൽ അവിടെ വെള്ളമൊക്കെ ആകെ അലങ്കോലാക്കി വെച്ചിക്കണ്. റെഡിയായോ? എന്തേ എനിക്കിന്ന് നോമ്പില്ല, ഞാൻ പറഞ്ഞിക്കണ് കുടിച്ചുണ്ട്. 2 നോമ്പ് നോറ്റൊന്ന് പിന്നെ ഭയങ്കര ക്ഷീണേനി. അപ്പൊ ഇന്ന് നോക്കണ്ട പറഞ്ഞു. ആ തിരിച്ച് എന്നാ എന്റെ നാരങ്ങളല്ലേ മധുരൊക്കെ ഉണ്ടോ കിട്ടോ? അമ്മ വത്തക്കൊക്കെ അരിഞ്ഞ് വെച്ചിക്കണ്. അതിൻ്റെ ഇത് വെട്ടണ്ട അമ്മ തൊലി വെട്ടണോ? അങ്ങനെ ആയാലും മാറ്റില്ല, കുഴപ്പമൊന്നുമില്ല. മാങ്ങ നല്ല 4 എണ്ണറ്റേക്ക് കൊടുക്കുന്നു. ഇനി വെക്കണ്ട മക്കള്. ഇനി എന്ത് കിട്ടിയാലും അപ്പേം പാത്തക്ക, അല്ലാതെ പരിപാടി എടുക്കൂല. അല്ല തരി ഉണ്ടാക്കണ്ടേ? തരി അവിടെ അങ്ങനെ ആക്കി വെച്ചു എന്നല്ലാതെ അതില് പാല് പാർന്നിട്ടില്ല കേട്ടോ. നോമ്പ് തുറക്കണ നേരത്തെ നെയ്യ് അത് കൊടുത്ത് കുടിച്ചോണ്ടി വരും. സമൂസ റെഡി ആയിട്ടോ. അമ്പലത്തെ പാട്ട് നിന്നിട്ടില്ലല്ലേ? ചോറൊക്കെ വേകാനായി. തരി ഇതപ്പം നമ്മളെ തരി ഇങ്ങനെ ഇരിക്കണത്. ഇനി അത് നമ്മള് നെയ്ച്ചോറൊക്കെ റെഡി ആക്കണം കേട്ടോ. ചോറൊക്കെ നല്ല റെഡി ആക്കണം. അമ്പലത്തിന്റെ പാട്ട് നല്ലോണം കേക്കുന്നുണ്ട്. ബാങ്ക് കൊടുത്താൽ ഇന്നലെ ഓഫാക്കിയില്ല, ഞാൻ ഓഫാക്കിയിട്ടില്ല. ഇന്നെന്താ അവസ്ഥ അറിയില്ല. ബാങ്ക് യാതൊരു കാരണവശാലും ഇവിടെ കേൾക്കൂല. നമ്മള് ചമ്മക്കും വേറുള്ളവർക്കൊക്കെ വിളിച്ച് ചോദിച്ചങ്ങാണ്ടാണ് ബാങ്ക് കൊടുത്തോന്ന് ചോദിക്കല്. അല്ലാതെ നമ്മളിവിടേക്ക് കേൾക്കൂല. ഒക്കെ റെഡി ആയില്ലേ? സമൂസി മാങ്ങി വത്തക്കി കരിമ്പാടായാതില്ലേ? നാരങ്ങ വെള്ളം ഈ അസാറിന്റെ വാറ്റ ഫ്രിഡ്ജ് കൊണ്ടേക്കാം. നാരങ്ങൾ പറഞ്ഞോട് പറഞ്ഞോ പറഞ്ഞോ ഓരോ ആട്ടാനെ ഏൽപ്പിച്ച് പോകണം. ആ വേനല് ഓരോ നാരങ്ങ വെള്ളം എന്താ അവസ്ഥ? ജനാലെ കളിക്കുന്നു. ഒന്ന് കളിച്ചിട്ട് കുത്തുന്നുണ്ട്. കുറച്ച് കഴിക്കുന്നുണ്ടോ പറയുന്നു. കഴിക്കുന്നുണ്ടോ? എത്ര നാരങ്ങ? 2 എത്ര നാരങ്ങ? 2 നാരങ്ങ. 2 ഒന്ന് കുറിച്ചല്ലോ ഇവിടെ. തനിക്ക് പാല് കാച്ചണ്ടടി. ആ കാച്ചിട്ട് അങ്ങനെ ഇതിന് കണ്ണ് തളച്ചോളൂ. അത് പിന്നെയും തളിച്ചാല് പാല് വേറെ മാതിരിക്കും. തളിച്ച് പാർന്ന കുഴപ്പമില്ല. ഇത് കണ്ടിട്ട് 2 നാരങ്ങയുടെ അവസ്ഥയുള്ളല്ലോ. നല്ലോ നാരങ്ങ ഉണ്ട്.
ഇത് 2 ദിവസത്തിനുള്ള നീട്ടി വെച്ചാൽ മതിമാ. നാരങ്ങളെല്ലാം അങ്ങനെ കുടിച്ചണം. വെള്ളല്ലേ അല്ല കഴിച്ചാളൊന്നാ മതി. സത്യം പറയും. 2 നാരങ്ങ. കഴിച്ചൊക്കെ എന്താന്ന് സ്പെഷ്യല്? ചിക്കൻ പൊരി താളിപ്പുണ്ടോ? താളിപ്പുണ്ടോ? താളിച്ചണോ? താളിച്ചറിയാൻ ചോറൊന്നാൻ വെക്കും. ചെലോലൊക്കെ ഉണ്ടല്ലോ വായൊക്കെ പുഴുങ്ങി തിന്ന. മൈസൂർ പായ ചോറിനൊപ്പം അടുത്ത വെല്ലുമ അങ്ങനെ കണ്ടങ്ങനെ. ഇനി തൈരും പായൊക്കെ കൊടുക്കും. എങ്ങനെ തിന്നാൻ പറ്റുക? ചോറിന്റെ ഒപ്പം എങ്ങനെ പായം കൊഴിച്ച് തിന്നാ? പായം പുഴുങ്ങിയത് പാരി 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 എങ്ങനെ ചോറ്റിക്കോ നിങ്ങള് തിന്നിനി? പിന്നെന്താ അവില് തിന്നും, കാരക്ക തിന്നും. അതൊക്കെ തിന്നാലേ ക്ഷീണം ഉണ്ടാവില്ലല്ലോ പൈക്ക്. നമുക്ക് ചോറ് തിന്നാ തന്നെ ക്ഷീണം. മാങ്ങ കൊടുക്കാനൊക്കെ കഴിക്കണം. എന്താ കാട്ടപ്പോ പാട്ട് എടാ കുട്ടി സത്യത്തിൽ ഉറങ്ങിയോ? എന്ത് പ്രയോഗിച്ചതോനെ? കാക്കുനൊക്കെ പറ്റാതെ ഇരിക്കണേ. എടുത്ത് അങ്ങോട്ടും ആട്ടി ഇങ്ങോട്ടും ആട്ടി കാക്കുനെ പറ്റാതെ ഇരിക്കണം. ശരിയോ? അങ്ങനെ ഒന്നല്ല കുറച്ച് എന്നറിയോ ഈ പാല് ഫ്രിഡ്ജിൽ വെച്ചാ ആ തൂക്കാക്കിട്ട് പാല് നല്ല വെക്കിട്ടോ. മിക്സി ഒക്കെ ഇട്ടാണ്ടല്ലോ. തരി വെള്ളം നീണ്ട പോലെ നോട്ടല്ലേ മാ? പാല തൂക്കാത്തിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടോ മാ വരച്ചക്ക്? വെക്കാൻ വെക്കൂലല്ലേ? ഈ നോമ്പ് തുറന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് തിന്നാതെ വെക്കുമ്പോ അത്ര തിന്നാതെ നിന്ന കുഴപ്പമില്ല. പക്ഷെ പള്ളന്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയ അത് മയങ്ങ അല്ലേ? ഭയങ്കര ക്ഷീണക്കാരം. അല്ല അണ്ടി മുന്തിരി ഇപ്പൊ ഇവിടെ പാത്തിച്ചോളൂ കഴിഞ്ഞൊക്കെ. പോയി അടിക്കാണ്. ആട്ടടാ അണ്ടി മുന്തിരി പാത്തിച്ച് കുഴഞ്ഞിട്ടു ആട്ടി കൊടുക്കടാ. കൊതുകുണ്ടാവും. എന്തൊക്കെയോ ഉള്ളിലോ കിട്ടുവോ? അല്ല ഇതൊക്കെ തണ്ടി പരിപ്പൊക്കെ എവിടെ ഇറങ്ങിയാണ്? രണ്ടെണ്ണോ എടുത്തുക്കണോ? എന്തൊക്കെ കാട്ടുക? ഗ്രില്ല് കൂട്ടിക്കട ഇല്ലോ ചെറിയ പച്ചമ തന്നാലുണ്ടല്ലോ. അണ്ടി പരിപ്പ് തപ്പി വന്നാൽ തരും ഞാൻ. അന്നെ പേടിച്ചിട്ടില്ല. അണ്ടി മുന്തിരി അപ്പോൾ ഇട്ടില്ല. ഇപ്പൊ തിരച്ചു പോകുന്നേ. അടിയിൽ പോയിക്കോ. ആടി എന്തെല്ലാം ഐഡിയകൾ വേണം അതേ കുട്ടികളെ അടിയിലാണ്. ഒന്നും നടക്കില്ല. അണ്ടിപ്പരിപ്പും കട്ടൊക്കെ അല്ലേ?
അങ്ങനെ തിന്നാ പാടുണ്ടത് ഞാന് കാട്ടിലെ ചോട്ടിൽ നമ്മള് നോക്കിയപ്പോ നമ്മള് തെരഞ്ഞു കൊയങ്ങി. അതിലാകെ ഒന്നുണ്ട്, ഒറ്റ ഒന്ന്. ഇതാണെന്ന് തിന്നിക്കണം. നെയ്ച്ചോറാക്കണം കേട്ടോ നമ്മളെ. സാറായി എന്താപ്പാ റിതുവോ മറ്റോളും തിന്നിക്കണ്. നമ്മള് കുട്ടി അടിച്ചതാ അത് റിതു. എന്തൊക്കെ അരിച്ചിട്ടില്ല ഇത്. അരിപ്പേറ്റ് അരിച്ചണ്ട്. അരിച്ചണത് എങ്ങനെ കുടിച്ചമ്മ ഇങ്ങനെ മതി. റിതു സ്പെഷ്യൽ ഇഞ്ചി തേനത്തിന് നല്ലതാ. ഇഞ്ചെന്താ പറഞ്ഞേ? ഇഞ്ചി അല്ലത് അല്ലടാ. ഇജ്ജ് നാരങ്ങോടുക്കനെ ഇട്ട് കടിച്ചിക്കുക, തൊലിയോടുക്കനെ അങ്ങനെ ഇട്ടുക. എന്നാ കഴിച്ചുട്ടോ. കാരണം എന്താ അറിയോ, അപ്പ അടിച്ചു കുടിച്ചാണെങ്കിൽ കഴിച്ചൂല. അരിപ്പതാ അതില് മോറാണ. അപ്പൊ കറി റെഡിയായി. ചോറ് റെഡിയൊക്കെ റെഡി ആയിട്ടോ. ഞാൻ തുറന്നാ മതി. അറിയതോ വെള്ളാണ് ആകെ കുടിച്ച. ഞാൻ വെള്ളം നാസാക്കിയില്ലേ? കുടിച്ചോക്കിയപ്പോ അങ്ങനെ അടിച്ചണേ ഇപ്പൊ എത്ര നേരം ഇരുന്ന് അരിച്ചു? കൊടുക്കും. ബാങ്ക് കൊടുക്കാനായിക്കണ കേട്ടോ. ഒന്നരിച്ചു എത്ര കൂട്ടം മരിച്ചു. അങ്ങനെയല്ലടാ. എന്നാ ദിഗ വെക്ക് കാട്ടേക്ക്. എന്നിട്ടാ പാത്രം ഞാൻ പിടിച്ചാ കുറച്ചുകൂടി നിറഞ്ഞിട്ടില്ല. ഞാൻ പേടിച്ചു. അതാ നച്ചിമ്മ ആകെ ചിന്തിക്കും. മുണ്ടണ്ട കണ്ണിന്റെ അള്ള മാതിരി നാരങ്ങൾ അത് കഴിച്ചിട്ട് നിക്കൂല കേട്ടോ റിതുവോ. കുറച്ചുകൂടി ഇതിക്ക് കഴിച്ചു. ആ പാട്ട ഫുള്ള് നിറഞ്ഞിക്ക് നോക്കണം കേട്ടോ. മതി കുറച്ചുകൂടി. അതാ ഒറ്റൊരു വള്ളി. അന്നൊന്നും ഒരു പണിക്ക് നിർത്താൻ പറ്റൂല കേട്ടാ. എന്ത് ഒക്കെ തുടക്ക്. എന്താ പിന്നെ മധുരണ്ടാവമ്മ തരിയില്. ചോറ് എന്താല്ലേ എന്താ പപ്പടം അന്ന് പൊരിച്ചല്ലേ മലങ്ങിയിട്ടില്ലത്. നെയ്ച്ചോട്ടിക്കോ തിന്നാൻ വെക്കുവോ? വേണ്ട തിന്നാൻ വെക്കൂല. എടാ നമ്മൾ ചിക്കൻ കറി കുറച്ച് ചൂടുവെള്ളം പറഞ്ഞല്ലേ. എന്നാലേ നല്ല എരുണ്ട് നമ്മ പറയുന്നത് എന്താവോ. ആ ഷാള് അതിലൊക്കെ ആക്കിയോന്. റബ്ബേ എന്റെ ചാർജറൊക്കെ നനച്ചടിച്ചിങ്ങാണ്ട്. അത് ഇവിടെ മുന്തിരി ഉണ്ടല്ലോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നത് കുറച്ച് കെഗിക്ക. ആ കവർ എടുത്തലൊന്നുമില്ല. മാങ്ങ ഇതെന്താ പച്ചമുളക്. ഇത് വേണഞ്ഞ് അങ്ങനെ ഇട. അത് കേക്കൊന്നും വേണ്ടേ? ഇതൊക്കെ ഇടണോ?
ഒക്കെ വേണ്ട അതൊക്കെ ഒരു കുറച്ചരി തിന്നൂല ഇഞ്ചി മാതി പൊടിച്ചെടുത്തു ആണ് ഈ കുട്ടികളൊക്കെ എടുത്തവന് മാണ്ട പറഞ്ഞാലും കേൾക്കൂല അതൊക്കെ ഉണ്ടല്ലോ കേക്ക് സബൂർ കളോ സബൂർക്കരോ എന്താ ആരക്കോ കാരക്ക് എടുത്തിട്ടില്ല എവിടെ ജഗ് കണ്ട് എല്ലാ സ്ഥലം ഉമ്മാക്കന്നെ അറിയുള്ളൂ കാരണം ഈ കുട്ടികളെ ഒന്നോ രണ്ടോ മൂന്നോ എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പോലെ അതുമ്പോ നിക്കൂല വെള്ളം ശരിക്കൂറ്റ് കാരക്കതാ നിർത്താം ഏതാ ഇതാ ചാടണം സിൽസ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ചാടില്ലേ 4 മതി 4-5 മതി മതി അപ്പൊ ഇന്നും നമ്മളീ പറഞ്ഞ മാതിരി തന്നെ നമ്മള് ബാങ്ക് കേട്ടില്ല കേട്ടോ കൊടുത്തില്ല ജമീലാത്ത കൊടുത്തിക്കണേ നേരത്തെ അത് കൊടുത്തു വന്നിട്ടോ അതാണ് ഓല് കുടിച്ചത് അല്ലാത്തൊരു ഇടങ്ങേറായില്ലേ അത് മക്ക് നല്ല മധുരം വേണോ മധുരല്ല വെള്ളല്ലേ വേണ്ടി അപ്പൊ ഞങ്ങള് നോമ്പ് തുറക്കട്ടെ കേട്ടോ